ഹായ് വ്യൂവേഴ്സ്, നമുക്കൊരു സോയ പൊട്ടറ്റോ ഉലർത്തുണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 100 ഗ്രാം സോയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിരുന്നു. ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം ഏകദേശം സോക്ക് ചെയ്തു. എന്നിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓവറായിട്ട് സോക്ക് ചെയ്യല്ലോ. ഓവറായിട്ട് സോക്ക് ചെയ്ത് 1 മണിക്കൂറൊക്കെ സോക്ക് ചെയ്താൽ വളരെ ചീത്തയായി പോകുന്നത്. അതുപോലെ ഒത്തിരി തിളച്ച വെള്ളം ഉപയോഗിച്ച് ഒത്തിരി നേരത്തേക്കും സോക്ക് ചെയ്ത് നമ്മൾ ഒരുവിധം നല്ല ചൂടുവെള്ളം തിളയ്ക്കാറായ കുറച്ച് ബോയിലിംഗ് വാട്ടർ എടുത്ത് ഒഴിച്ചു വെക്കാം. പക്ഷേ 20 മിനിറ്റ് കൂടുതലൊന്നും വയ്ക്കേണ്ട, അരമണിക്കൂർ കൂടുതൽ വയ്ക്കരുത്. അങ്ങനെ ഞെക്കി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു ഹാഫ് മുറി, ഒരു 3-4 പൂള് തേങ്ങാക്കൊത്തുണ്ട്. കുറച്ച് വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ച് വെച്ചിരിക്കുക, അതായത് കട്ടിയില്ലാത്ത തൊലി, അകത്തെ ഭാഗമാണ്. 4-5 പച്ചമുളക്. ഇത് എളുപ്പ രീതിയിൽ ഉണ്ടാക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുകയാണ്, ഒരു 2 ഇഞ്ച് പീസ്, 1.5 ഇഞ്ച് പീസ്. കറിവേപ്പില, സബോള സ്ലൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ, ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണേലും എടുക്കാം. കുറച്ച് കടുകിടാം, 1/2 ടീസ്പൂൺ കടുകിടാം. ഒരു വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അത് സ്ലൈസ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് വിനേഗറും, പെരിഞ്ജീരകവും കുറച്ച് ചേർക്കുന്നുണ്ട്. പെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്ത് അത്യാവശ്യം മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ ഹരാ സ്പൈസസ് എല്ലാം കൂടെ, അണിയൻ, ഗ്രീൻ ചില്ലി എല്ലാം, ഇഞ്ചി, വെളുത്തുള്ളി, അണിയൻ, ഗ്രീൻ ചില്ലി എല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട്. നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം. നമുക്കിനി പൊട്ടറ്റോ ഇടാം, സോയ ഇടാം, കുറച്ച് ഉപ്പ് ചേർക്കാം, ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കാം, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ വെള്ളം ചേർക്കുമ്പം ഒരുപാട് കൂടിപ്പോകില്ല, കാരണം ഒത്തിരി കൂടിപ്പോയാൽ ആ മസാല അധികം അങ്ങ് വെള്ളം നേരെ അങ്ങ് അബ്സോർബ് ചെയ്യും. സോയ വേഗം വെള്ളം അബ്സോർബ് ചെയ്യും, അപ്പോൾ മസാല അധികം അകത്തോട്ട് പോകത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ ഇത് വെള്ളം ചേർക്കാവും. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗറും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് തന്നെ കഴിക്കും. സോയ നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണ്. സോയ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിലത് ധാരാളം ഫൈറ്റോ ഈസ്ട്രജൻസ്, കാൽസ്യം, അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാ പ്രായക്കാർക്കും കൂടുതൽ നല്ലതാണ്. പ്രത്യേകിച്ച് 50 വയസ്സ് ആകാറായ സ്ത്രീകൾക്ക് കൂടുതൽ നല്ലതായിരിക്കും. ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിരിക്കുന്ന കാരണം ബോൺസിൻ്റെ സ്ട്രെങ്തിന്. ഇനി നമുക്കിത് തുറന്നിട്ട് കിടക്കാം. പൊട്ടറ്റോ എല്ലാം വെന്തിട്ടുണ്ട്. പൊട്ടറ്റോ ഓപ്ഷനല്ല, പൊട്ടറ്റോ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ പൊട്ടറ്റോയും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക നല്ല രുചിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇത്രയും ഗ്രേവി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിൽ കഴിക്കാം. അതല്ല, കുറച്ചുകൂടെ നന്നായിട്ട് വഴറ്റി നമുക്ക് നന്നായിട്ട് ഉലർത്തി നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലും നല്ല ഉലർത്തിറച്ചിയായിട്ട് കഴിക്കാം. ഇങ്ങനെ ചോറിൻ്റെ കൂട്ടത്തിലും കഴിക്കാം, ചപ്പാത്തിയുടെ കൂട്ടത്തിലും കഴിക്കാം. ഉലർത്തിറച്ചി പോലെ നമുക്കിത് നന്നായിട്ട് ഉലർത്തി എടുക്കുകയും ചെയ്യാം, നന്നായിട്ട് വെള്ളം പറ്റിച്ച്. നമ്മുടെ സോയ പൊട്ടറ്റോ ഉലർത്ത് നല്ല റെഡിയായിട്ടുണ്ട്. നല്ല ഇറച്ചിയുടെയൊക്കെ ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം.